ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് തവണകളിലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വലിയ സെന്റൻസ് ആണ് കേട്ടോ. സിമ്പിൾ സെന്റൻസ് അല്ല, കുറച്ച് വലിയ സെന്റൻസ് ആണ്. പക്ഷേ നമ്മൾ പഠിച്ച എല്ലാ മെത്തേഡും യൂസ് ചെയ്തിട്ട് നമുക്കിത് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ട് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കാണുക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ്, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ഒരു ചെരുപ്പ് കാണുന്നില്ല. അതായത് കഴിഞ്ഞൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ഒരു ചെരുപ്പ് കാണുന്നില്ല. ഇപ്പൊ ഒക്കെ നായയുടെ ശല്യം ഒരുപാടുള്ള സമയമാണ് അല്ലെ. അപ്പൊ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ, നമ്മൾ പറയാറുമുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും? ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ, when I woke up this morning. കഴിഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ വോക്കപ്പ് എന്ന് യൂസ് ചെയ്തു. when I woke up this morning, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ. ഇനി കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് can't find അല്ലെ. അതിന്റെ പാസ്റ്റ് ആണെങ്കിൽ എന്ത് പറയും? I couldn't find one of my slippers. when I woke up this morning, I couldn't find one of my slippers. ഇന്ന് രാവിലെ ഞാൻ മുറ്റത്തൊരു നായയെ കണ്ടു. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇന്ന് രാവിലെ ഞാൻ മുറ്റത്തൊരു നായയെ കണ്ടു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? രാവിലെ ഞാൻ മുറ്റത്തൊരു നായയെ കണ്ടു എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. I saw, എന്താ കണ്ടത്? ഡോഗ് ആണ്. I saw a dog. എവിടെയാ കണ്ടത്? മുറ്റത്താണ്. എന്താണ് മുറ്റത്തിന് പറയാ? യാർഡ് എന്നാണ്. അപ്പം I saw a dog in the yard. ഇന്ന് രാവിലെ മുറ്റത്തൊരു നായയെ കണ്ടു. I saw a dog in the yard this morning. Okay. ഇന്നലെ രാത്രി ഞാൻ വൈകി ഉറങ്ങി. എങ്ങനെ പറയാ? ഇന്നലെ രാത്രി ഞാൻ വൈകി ഉറങ്ങി. ഇതും കഴിഞ്ഞ കാര്യമാണ്, ഇന്നലത്തെ കാര്യമാണല്ലോ. ഇന്നലെ രാത്രി എന്ന് പറയാൻ വേണ്ടിയിട്ട് യെസ്റ്റർഡേ നൈറ്റ് അല്ല, I slept late last night ആണ് കേട്ടോ. യെസ്റ്റർഡേ നൈറ്റ് അല്ല, ലാസ്റ്റ് നൈറ്റ് ആണ്. I slept late last night. ഇന്നലെ രാത്രി ഞാൻ വൈകി ഉറങ്ങി. ഇനി ഇവിടെ നമുക്ക് went to bed എന്ന് പറയാനായിട്ട് പറ്റും. സ്ലെപ്റ്റ്, ഉറങ്ങി. ആ കഴിഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് നമുക്ക് സ്ലെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ സ്ലീപ്പിന്റെ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ആ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഉറങ്ങുക, ഉറങ്ങുന്ന അങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാം അതിന്റെ രീതികൾ. എന്നാലും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് മസ്റ്റ് ആയിട്ടും കാണുക. ഇന്നലെ രാത്രി ഞാൻ വൈകി ഉറങ്ങാൻ പോയി എന്നുള്ളൊരു രീതിയാണെങ്കിൽ I went to bed late last night എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പൊ അത് ഉറങ്ങിയ ആ ഒരു സമയമാണെങ്കിൽ, ഉറങ്ങാൻ പോയി എന്ന് പറയുകയാണെങ്കിലാണ് went to bed എന്ന് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. നമുക്ക് ഓഫീസ് എന്നുള്ള ഒരു സ്ഥലം മാറ്റിയിട്ട് സ്കൂൾ, ഹോസ്പിറ്റല്, ഷോപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. when it was time to go to the office, അവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഓഫീസ് ആണ് എടുത്തിട്ടുള്ളത്. when it was time to go to the office, എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായപ്പോൾ I woke up suddenly, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു അല്ലെ. I woke up suddenly, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അതുകൊണ്ടാണ് വോക്കപ്പ് എന്ന് യൂസ് ചെയ്തത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗോട്ടപ്പ് എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പെട്ടെന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇവിടെ കിടന്നുകൊടുത്ത് എണീക്കുന്നതിനാണ് ഗോട്ടപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം. when it was time to go to the office, I woke up suddenly. ഇന്ന് ഞാൻ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് വീട് വൃത്തിയാക്കാൻ വൈകി അല്ലെ. ഒരു കാര്യത്തിന് വൈകിയപ്പോൾ വേറൊരു കാര്യത്തിനും വൈകി എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് വീട് വൃത്തിയാക്കാൻ വൈകി. ഇത് കാരണം എന്താണ്? എഴുന്നേൽക്കാൻ വൈകിയതാണ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, because I woke up late today. ഇവിടെയും കഴിഞ്ഞ കാര്യമാണ്. because I woke up late today, എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് I was late in cleaning the house. ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു പക്ഷെ ജോലിക്ക് പോയില്ല. ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു പക്ഷേ ജോലിക്ക് പോയില്ല. എങ്ങനെ പറയാ? I woke up early today. ഞാൻ നേരത്തെ എഴുന്നേറ്റു but I didn't go to work. ഞാൻ നേരത്തെ എഴുന്നേറ്റു പക്ഷെ ജോലിക്ക് പോയില്ല. ഓക്കെ,
ഇന്നലെ എനിക്ക് തലവേദന ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നും പഠിച്ചില്ല. ഇപ്പോഴൊക്കെ മക്കൾ പറയുന്ന ഒരു കാര്യമാണത് അല്ലെ. ഇന്നലെ എനിക്ക് തലവേദനയുള്ളത് കൊണ്ട് ഞാൻ ഒന്നും പഠിച്ചില്ല. എങ്ങനെ പറയാ? ഐ ഡിഡ്ന്റ് സ്റ്റഡി എനിത്തിങ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഒന്നും പഠിച്ചില്ല ബിക്കോസ് ഐ ഹാഡ് എ ഹെഡേക്ക്. അപ്പൊ ഐ ഡിഡ്ന്റ് സ്റ്റഡി എനിത്തിങ് യെസ്റ്റർഡേ ബിക്കോസ് ഐ ഹാഡ് എ ഹെഡേക്ക്. ബസ് കിട്ടാൻ വൈകുമെന്ന് കരുതി ഞാൻ ഓട്ടോ വിളിച്ചു. ഇങ്ങനെ പറയാ, ഇങ്ങനെ ഓട്ടോ വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വിളിക്കുക എന്നുള്ളതിനേക്കാളും ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയി പറയാന്നുള്ളത് ടുക്കാണ് കേട്ടോ. നമ്മൾ ഓട്ടോ, ബസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഐ ടുക്ക് ആൻ ഓട്ടോ. ഞാനൊരു ഓട്ടോ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എടുത്തു എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ. ഓട്ടോ വിളിച്ച് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം ഐ ടുക്ക് ആൻ ഓട്ടോ ബിക്കോസ് ഐ തോട്ട് ദ ബസ് വുഡ് ബി ലേറ്റ്. ബസ് വരാൻ വൈകുമെന്ന് കരുതി അല്ലെ, ഉറപ്പില്ല, ബസ് വരാൻ വൈകുമെന്ന് കരുതിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ചു എന്നാണ്. ഐ ടുക്ക് ആൻ ഓട്ടോ ബിക്കോസ് ഐ തോട്ട് ദ ബസ് വുഡ് ബി ലേറ്റ്. ഓക്കെ. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടി. പറയാറുണ്ടല്ലോ, ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടി. വെൻ ഐ വെന്റ് ഫോർ എ മോർണിംഗ് വാക്ക്. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ മൈ സ്ലിപ്പർ ബ്രോക്ക്. അല്ലെ, പൊട്ടി എന്നാണ്. അപ്പൊ ബ്രോക്ക് കഴിഞ്ഞ കാര്യമാണ്. വെൻ ഐ വെന്റ് ഫോർ എ മോർണിംഗ് വാക്ക് മൈ സ്ലിപ്പർ ബ്രോക്ക്. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് സമയം 1 മണിയായത് അറിഞ്ഞത് എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് സമയം 1 മണിയായത് എനിക്ക് മനസ്സിലായത് എന്നുള്ളതാണ്. എങ്ങനെ പറയാം? വെൻ ഐ ലുക്ക്ഡ് അറ്റ് ദ ക്ലോക്ക്. ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഐ റിയലൈസ്ഡ് ഇറ്റ് വാസ് 1 o'clock. എനിക്ക് മനസ്സിലായി സമയം 1 മണിയായെന്ന്. ഓക്കെ. ഞാൻ സമയം നോക്കിയപ്പോഴേക്കും 2 മണി കഴിഞ്ഞിരുന്നു എന്നെങ്ങനെ പറയാം? ബൈ ദ ടൈം എന്ന് യൂസ് ചെയ്ത് പറയാം. ബൈ ദ ടൈം ഐ ചെക്ക്ഡ് ദ ടൈം. ഞാൻ സമയം നോക്കിയപ്പോഴേക്കും ഇറ്റ് വാസ് ഓൾറെഡി പാസ്റ്റ് 2 o'clock. ബൈ ദ ടൈം ഐ ചെക്ക്ഡ് ദ ടൈം ഇറ്റ് വാസ് ഓൾറെഡി പാസ്റ്റ് 2 o'clock. 2 മണി കഴിഞ്ഞിരുന്നു. അതിനാണ് പാസ്റ്റ് 2 o'clock എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വലിയ സെന്റൻസുകളാണ് അല്ലെ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, വളരെ സിമ്പിൾ ആണ്. ഞാൻ കാർ എടുക്കാൻ നോക്കിയപ്പോൾ ചാവി കാണുന്നില്ല. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ കാര്യമാണ്. ഇതേക്കുറിച്ചിട്ട് നല്ലൊരു ഡീറ്റെയിൽ വീഡിയോ ഐ കാൺട്ട് ഫൈൻഡ് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുമ്പേ ചെയ്തതാണ് കേട്ടോ. വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കമന്റിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പഠിക്കുക, ഇതുപോലെയുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോലെ നിങ്ങളുടെ ഡൗട്ടുകളും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഇനിയിപ്പം വീഡിയോയുടെ ഈ ഒരു സെന്റൻസ് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.